2 ദിവസം വേണം ഈ പരിപാടിക്ക്. മുഴുവൻ സാധാരണ നിലയ്ക്ക് വീട്ടുകളിൽ നടത്താറില്ല എന്നാണ് കാരണവന്മാർ പറഞ്ഞു കേട്ടത്. മുഴുവൻ ആകുമ്പോൾ എന്താ വെച്ചാൽ പൂർണ്ണമാവുമ്പോൾ ശാസ്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പിന്നെ ശാസ്താവിനെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ട രൂപത്തിൽ പരിപാലിക്കാൻ പറ്റിയാൽ ശാപമായിട്ട് മാറുന്നുണ്ട്. വീട്ടിലെന്തൊക്കെ ദുശകലങ്ങൾ കണ്ട് ജോലിസിനെ വെച്ച് നോക്കിച്ചു. അപ്പോൾ മരിച്ച പ്രേതം വന്നിട്ടുണ്ടെന്നാണ്. ഈ മരിച്ച ഗോവിന്ദമാമൻ്റെ മകൻ അദ്ദേഹത്തിന് പറമ്പിൽ കുഴിക്കാന്ന് പറഞ്ഞു. തറ വേണ്ടിത്തു. ഒരു ഭക്ഷണം കഴിച്ച സമയത്ത് ഒരു പശു വന്നിട്ട് ഈ തറ ചവിട്ടി കുത്തി വച്ചിട്ടു. ഇവിടെ പശു ജോലി കൊണ്ട് ചെത്തു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇരിക്കില്ല. അയ്യപ്പന്റെ ജന്മം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും 2-3 രൂപത്തിൽ. ഞങ്ങൾ ശൂർപ്പങ്കഥയിലാണ് എടുക്കുന്നത്. വിഷ്ണു ഭഗവാൻ ശൂർപ്പകനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹിനി വേഷം കെട്ടി. ശൂർപ്പകനെ കൊണ്ട് തന്നെ ശൂർപ്പകന്റെ വിരല് ശിരസിൽ തൊട്ടു. അങ്ങനെ ശൂർപ്പൻ ഇതായി എന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതലും സങ്കല്പിക്കുന്ന മാളികപ്പുറത്തമ്മ എന്നുള്ള സ്ഥാനം എന്ന് പറയുന്നെങ്കിലും ദേശത്തെ ഭഗവതീനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് നമ്മൾ പാലക്കൊമ്പിന് സങ്കല്പിക്കുന്നത്. അയ്യപ്പമ്മളക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങള് അങ്ങനെ കേട്ടറിവ് അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. ഞങ്ങൾ കാരണന്മാരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പമ്മളക്ക്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന വിളക്കാണ് ഗുരുവായൂരും മമ്മിയൂരും. വളരെ പേരുകേട്ട വിളക്കാണ്. അവരുടെ 68ാമത്തെ വർഷമാണ് ഇക്കൊല്ലം. അതിൽ നമുക്കൊരു 12 വർഷം നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 160 വർഷങ്ങളായിട്ടുണ്ടാവും അയ്യപ്പമ്മളക്ക് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഞങ്ങളിത് കൊണ്ടുവന്നിരുന്നാലും മങ്ങാട്ടോട്ട് ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇത് ഈ പട്ടിശ്ശേരിയിൽ ഇവിടെ ഇത് കൊണ്ടുവന്നത്. അദ്ദേഹം മരണപ്പെട്ടിപ്പോൾ 90 വർഷമായി. ഈ 90 വർഷത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മക്കള് അനുജന്മാരെ ആദ്യം നടത്തി. അനുജന്മാരെ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനും പെങ്ങളുടെ മകനും, അത് കഴിഞ്ഞു മകളുടെ മരുമകളുടെ മക്കള്, അങ്ങനെ ഇപ്പൊ ഞാനിപ്പോൾ ഇതിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 4ാമത്തെ തലമുറയായിട്ടാണ് പോകുന്നത്. നമ്മൾ നടത്തുന്ന മുഴുവൻ വിളക്ക്, അരവിളക്ക്, കാലുവിളക്ക്, പിന്നെ ചെറിയ പരിപാടി എന്നുള്ള എനിക്ക് കാണിപ്പാട്ട്, മലർ പൂജ, അങ്ങനെ 5 പരിപാടിയായിട്ട് നടത്തുന്നുണ്ട്. മുഴുവൻ വിളക്ക് നടത്തണമെങ്കിൽ 2 ദിവസം വേണം ഈ പരിപാടിക്ക്. മുഴുവൻ സാധാരണ നിലയ്ക്ക് വീട്ടുകളിൽ നടത്താറില്ല എന്നാണ് കാരണവന്മാർ പറഞ്ഞു കേട്ടത്. മുഴുവൻ ആകുമ്പോൾ എന്താ വെച്ചാൽ പൂർണ്ണമാവുമ്പോൾ ശാസ്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പിന്നെ ശാസ്താവിനെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ട രൂപത്തിൽ പരിപാലിക്കാൻ പറ്റിയാൽ ശാപമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം മുഴുവൻ വല്ല ക്ഷേത്ര മൈതാനങ്ങളിലോ കമ്മിറ്റിയുടെ ദേശവിളക്കായിട്ട് നടക്കുന്നു. അരവിളക്കാണ് സർവ്വസാധാരണമായിട്ട് നടക്കുന്നത്. അരവിളക്കിന് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അധികം പ്രധാനം കൊടുക്കുന്ന ഉടുക്കിനാണെങ്കിൽ കൂടി ഈ കാലോചിതയുടെ മാറ്റം എനിക്ക് ചെണ്ടയ്ക്കും കൂടി ആകുമ്പോൾ ഒരു 40-42 ആൾ വേണം. അതിൽ തലേ ദിവസം തുടങ്ങും അരവിളക്കായാലും. തലേ ദിവസം ഒരു 12 ആൾ അമ്പലം പണി എന്ന് പറയും. പിണ്ടിയുണ്ടും പോളകൊണ്ടും ഉണ്ടാക്കുന്ന അമ്പലത്തിന് കുഴി കുഴിക്കാനും പോള വിളിക്കാനും അമ്പലം കെട്ടാനും ഒരു 12 ആളെ വരും. പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വരുമ്പോൾ 3 തുള്ളക്കാരാണ് അരവിളക്കിനുണ്ടാവുക. ഒരു 17 ആൾ 20 ആൾ പാട്ടുകാരുണ്ടാവും. പിന്നെ ഒരു പൂജക്കാരുണ്ടാവും. പൂജക്കാരനൊരു ഹെൽപ്പർ ഉണ്ടാവും. ഇങ്ങനെ ഒരു 40-ൽ കുറഞ്ഞ ആൾക്കാരാകുമ്പോൾ പൂർണ്ണതയിലൊരു അരവിളക്ക് കഴിക്കാൻ പറ്റില്ല. എന്നാൽ എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഈ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു വേതനം തന്നെ വേണമെങ്കിൽ പറയാം, അതില്ല. ഇത് ഇന്നും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ബാക്കി ആരൊന്നും അംഗീകരിക്കാത്ത ഒരു കല ആയതുകൊണ്ട് ഇതിന് വേണ്ട ഒരു അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായുള്ളൊരു മിനിമം കൂലി എന്നുള്ളതും കൂടി കിട്ടുന്നില്ല. പിന്നെ ഈ ഒരുപാട് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 650 അയ്യപ്പൻ വിളക്കിൻ്റെ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ. ഇത്രയും ആൾക്കാരാകുമ്പോൾ എന്താ വെച്ചാൽ ഇത്രയും ചുരുങ്ങിയ കാലഘട്ടം ഈ സ്ഥലത്ത് ഇത്രയും ആൾക്കാർ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഞങ്ങളുടെ സെറ്റ് ഒരു 1 ലക്ഷം ഉറുപ്പിക്ക് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞൊരു മുഴുവണക്ക് 70-നും 80-നും എടുക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ കാരണവരുടെ മനസ്സുകൊണ്ട് നമുക്കൊരു 30-40 പരിപാടിയുടെ ഉള്ളിൽ ഏവറേജ് എല്ലാ മണ്ഡലകാലത്തും കിട്ടാറുണ്ട്. കാലത്ത് നമ്മൾ 8 മണിക്കെങ്കിലും അവിടെ എത്തണം. 8 മണിക്ക് എത്തി ഇതെല്ലാം കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം വിളക്കിൻ്റെ ദിവസം പിന്നെ കുടിവെക്കുക എന്ന് പറഞ്ഞു. ഭഗവാന്റെ ഉപദേവതകളൊക്കെ കുടിവെച്ചിട്ട് അവിടെ പൂജ ഉണ്ട്. പൂജ കഴിഞ്ഞിട്ട് ചിലവർ ചെണ്ടമേളത്തോട് കുടിവെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയോട് കൂടിയിട്ട് ഉച്ചപ്പാട്ട് എന്ന് പറയും. ഗണപതി സരസ്വതി വന്ദനങ്ങളൊക്കെ പാടിയിട്ട് 1-2 പാട്ട് പാടും. വിളക്കിൻ്റെ അന്ന് നമ്മളൊരു 3 മണിക്ക് എവിടുന്ന പാലക്കുമ്പോ എഴുന്നേൽക്കുന്ന വെച്ചാൽ അവിടേക്ക് പോകണം. നമ്മളെല്ലാവരും കൂടി പോയി അവിടെ പോയിട്ട് കോമനങ്ങൾക്ക് കലി വരുത്തണം. അതിൻ്റെ ശേഷം അവിടുന്ന് പാലക്കുമ്പായിട്ട് വരണം പഠിക്കും. പിന്നെ ഒരു ദീപാരാധന മുമ്പായിട്ട് നമ്മൾ പന്തലിൽ വീട്ടിലാണെന്ന് വെച്ചാൽ വീട്ടിൽ അല്ല പന്തലിൽ എത്താന്നുള്ളത്. ആ പാലക്കൊമ്പ് കുടിവെച്ച ഒരു 9 മണിയോടുകൂടി എന്തായാലും
പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് പൂജയോട് കൂടി തന്നെ പാട്ടുമുണ്ട്. അത് അയ്യപ്പന്റെ ജന്മം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും പല പല ആൾക്കാരും 2-3 രൂപത്തിൽ. ഞങ്ങൾ ശൂർപ്പൻ കഥയിലാണ് എടുക്കുന്നത്. ശൂർപ്പകന് പരമശിവൻ വരം കൊടുത്തു. അത് പിന്നെ പരമശിവനും നാടിനും ദേവകൾക്കും എല്ലാവർക്കും ശല്യമായപ്പോ പരമശിവൻ വിഷ്ണുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സങ്കടം പറഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ അറിയില്ല. അങ്ങനെ വിഷ്ണു ഭഗവാൻ പിന്നെ ശൂർപ്പകനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹിനി വേഷം കെട്ടി. അങ്ങനെ മോഹിനി വേഷം കെട്ടി ശൂർപ്പകനെ കൊണ്ട് തന്നെ ശൂർപ്പകന്റെ വിരല് ശിരസിൽ തൊട്ടു. അങ്ങനെ ശൂർപ്പൻ ഇതായി എന്നാ പറയുന്നത്. അങ്ങനെ അന്ന് എങ്ങനെയാണ് ശൂർപ്പകനെ വധിച്ചതെന്ന് പരമശിവൻ ചോദിക്കുകയാണ് വിഷ്ണുനോട്. അപ്പൊ എങ്ങനെയാന്ന് ചോദിക്കാം, എനിക്ക് ആ മോഹിനി വേഷം ഒന്ന് കാണണം എന്ന് പറയും. അങ്ങനെ മോഹിനി വേഷം കാണിച്ചു. ആ മോഹിനി വേഷം കണ്ടപ്പോ പരമശിവന് ഈ മോഹിനി വേഷത്തില് ആകൃഷ്ടനായിട്ട് അതില് ദിവ്യമായിട്ട് ഗർഭമുണ്ടായി. ആ കുട്ടിയാണ് അയ്യപ്പൻ എന്നാണ് പറയുന്നത്. അതാണ് ആ കഥയാണ് ഞങ്ങൾ വർണ്ണിക്കുന്നത്. അങ്ങനെ ജനനം കഴിഞ്ഞു. പിന്നെ ഒരു പാൽക്കിണ്ടി കൊണ്ടു 12:12ക്ക് ജനനം കഴിയണം. ഒരു 1:30ക്ക് പാൽക്കിണ്ടി കൊണ്ട് പരിപാടി ഉണ്ട്. പാലക്കൊമ്പ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ പാലക്കൊമ്പിന് കൊണ്ടുവരുന്ന ഭദ്രകാളീനെ ആവാഹിച്ച് കൊണ്ടുവരാന്നാ പറയുന്നത്. അപ്പൊ ഭദ്രകാളീനെ കൊണ്ടുവന്നിട്ട് ഭദ്രകാളീനെ ആ കൊണ്ടുവന്ന വഴിക്ക് തന്നെ പന്തലിക്ക് കയറ്റില്ല. അദ്ദേഹം ഭദ്രകാളീനെ പടിക്കൽ വയ്ക്കുന്ന പറയുന്നത്. പടിക്കൽ വെച്ചിട്ട് പിന്നെ നമ്മൾ പാൽക്കിണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഭദ്രകാളീനെ അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്നാണ് ഒക്കെ ഇവരുടെ പറയുന്നത്. അങ്ങനെ ഭദ്രകാളീനെ കൊണ്ടുവന്നിട്ട് വരും. ഭദ്രകാളി അപ്പോഴും ഭദ്രകാളി കൂടെ വരുമ്പോൾ പാലക്കൊമ്പ് വരുമ്പോൾ തന്നെ പാലക്കൊമ്പിന് മുകളിൽ ഭദ്രകാളിലെ കുറെ ദേവതകൾ കൂടെ ഉള്ളവരുണ്ടാവും. അവരെ ഒരു പുറത്തിറങ്ങിയിട്ട് ബാക്കി പന്തലൊന്നും അശുദ്ധിയാക്കരുത് എന്ന് പറഞ്ഞിട്ട് നേരം വെളിച്ചാവും നേരെ ഇവിടെ ഇറങ്ങിയിട്ട് പന്തല് അശുദ്ധമാക്കരുത് പറഞ്ഞിട്ട് നമ്മളൊരു കുറച്ച് പൈസ 1.25 ഉറുപ്പ്യയോ ഒക്കെ ഒരു കോടിമുണ്ടിന്റെ മുകളിലോ പട്ടിന്റെ മുകളിലോ കെട്ടിട്ട് കിട്ടും. അതിൻ്റെ മുകളിൽ അടക്കം വയ്ക്കാന്ന് പറഞ്ഞ മതി. അങ്ങനെ പിന്നെ രണ്ടാമത് പാൽക്കിണ്ടി വന്നാൽ അതും ആഘോഷമാണ്. പിന്നെ 4 മണിക്ക് ശേഷം അയ്യപ്പനും അവരും തമ്മിലൊരു ചെറിയൊരു യുദ്ധം മാതിരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവസാനം പിന്നെ നമ്മൾ ഗുരുതി തർപ്പണം കഴിക്കും പാലക്കൊമ്പിന്റെ കടക്കിൽ. അതിന്റെ ശേഷമാണ് ഈ കെട്ടഴിച്ചിട്ട് ഈ ഗുരുതി തർപ്പണം കഴിക്കണ ഈ ദേവതകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. പാലക്കൊമ്പിന്റെ കൂടെ ഭദ്രകാളിയുടെ കൂടെ വന്ന ദേവതകൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എനിക്കിപ്പോ 69 വയസ്സായി. 69 വയസ്സിൽ ഞാനൊരു 8 വയസ്സിലും 7 വയസ്സിലൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്ത് വിളക്കണി പോവാറുണ്ട്. വിളക്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പോയി തുടങ്ങിയിട്ട് ഒരു 10 വയസ്സിൽ പോയി തുടങ്ങി. എനിക്ക് എന്തായാലും ഒരു 59 വർഷം 60 വർഷത്തോളായിട്ട് ഇതിന്റെ പിന്നിൽ അന്നൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചിലപ്പോ വിളക്കിൽ തിരി നീട്ടുക, പൂവ് നന്നാക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ ഒരു 30ഓളം വർഷങ്ങളായിട്ട് നമ്മളിതിലൊരു റോള് കൈകാര്യം ചെയ്യും. ഏതെങ്കിലും പാട്ടായാലും നൃത്തത്തിനായാലും എന്തെങ്കിലും ചെയ്യാനായി. ഈ പാലക്കൊമ്പിന്റെ പ്രധാനം ഇതാണ്. ദാരികനെ വധിക്കാൻ പോയി അങ്ങനെ ഇതായി. അതിന്റെ ഭദ്രകാളിക്കാണ് പാലക്കൊമ്പിനൊക്കെ പ്രധാനം കൊടുക്കുന്നത്. അയ്യപ്പനും കരിമലസ്വാമിയും എല്ലാം ഉണ്ടെങ്കിൽ കൂടി പാലക്കൊമ്പിനും പാൽക്കിണ്ടിക്കും ഭദ്രകാളിക്കാണ് തോന്നുന്നത്. അവസാനമാണ് അയ്യപ്പനാണ് ശരിക്കും ഉണ്ടാവണമെങ്കിലും കൂടി അയ്യപ്പമ്മൾക്കാണെങ്കിലും അയ്യപ്പന്റെ പ്രാധാന്യം അവസാനം ആകുമ്പോഴേക്കാണ്. അതാണ് അവരെന്ന് പറയുന്നത്. പലരും പറയണത് ഞങ്ങളെ പാട്ടിൽ പാടണം എന്താ വെച്ചെങ്കിൽ ഈ പരമശിവന്റെ ഒരു വീക്കൻസ് എന്നാ പറയുന്നത്. കാരണം വെച്ചെങ്കിൽ പരമശിവൻ പിന്നെ ഈ നൃത്തം ചെയ്യണ സ്ഥലമുണ്ട് നീലിമലയുടെ മുകളിൽ. അവിടെ നൃത്തം ചെയ്യണ സമയത്ത് സുന്ദരിയായ ഒരു കുട്ടി പൂവറക്കുന്നത് കണ്ടുകൊണ്ടാണ്. ഈ ഇദ്ദേഹത്തിന്റെ നൃത്തത്തിന്റെ അടുത്ത് വന്നിട്ട് പൂവറക്കുന്നത് കണ്ടു. അപ്പൊ ആ കുട്ടീനെ കണ്ടപ്പോ പരമശിവന് എന്തോ തോന്നി. ഇതൊക്കെ പറയണതാണ്. ഈ ലോജിക്ക് ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഇതില് ആ കുട്ടീനെ കണ്ടു. അങ്ങനെ പരമശിവൻ വൃക്ഷമായി പൂമരമായിട്ട് അവതരിച്ചു. ഈ പൂമരത്തിലെ പൂവിന്റെ ഇതിലൊരു പ്രത്യേകത കൊടുത്തിട്ട് ഈ സ്ത്രീക്ക് ആകർഷണം വന്നു. അങ്ങനെ പൂമരത്തിന്റെ മുകളിൽ പൂ പൊട്ടിക്കാൻ കയറി. അപ്പൊ പരമശിവനും അങ്ങനത്തെ എല്ലാം ഉണ്ടായതാണ് വാവര എന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോ പരമശിവന്റെ മക്കളാണ് അയ്യപ്പനും വാവരും. സാധാരണ ഒരു കാൽവിളക്കായാലും അരവിളക്കായാലും കാലത്ത് ഒരു 10 മണിക്ക് വിളക്ക് സെറ്റ് എത്തിയാൽ അയ്യപ്പന് പിടിച്ചിട്ട് പൂജ ഉണ്ട്. അതായത് ആദ്യം ഗണപതിക്ക്, ശാസ്താവിന്, കരിമലയ്ക്ക്, കൊച്ചുകടത്തേക്ക്, മലയപ്പുറത്തേക്ക്, അവർക്ക് 6 ആൾക്കും ഒരു പൂജ എടുക്കും. അതായിട്ടൊരു പാട്ട്. പിന്നെ
അന്നദാനം. പാലക്കമ്പ് എഴുന്നേൽക്കുന്ന അമ്പലത്തിൽ നിന്ന് പാലക്കമ്പിൻ്റെ കടക്കിൽ ഒരു പൂജ ഉണ്ട്. ഒരു 5 പേർക്ക് വെച്ചൊരു പൂജ സങ്കല്പം. കഴിഞ്ഞ് വർക്ക് സെറ്റും പാട്ടുകാരും ചെണ്ട താളം താളക്കൂട്ട് നമ്മൾ വിളക്കുള്ള അമ്പലത്തിൽ എത്തും. വിളക്കുള്ള അമ്പലത്തിൽ എത്തിയിട്ട് 3 പ്രശ്നം കഴിഞ്ഞ് ചാട്ടമൊക്കെ കഴിഞ്ഞാൽ പാലക്കൊമ്പ് കുടി വയ്ക്കും. പാലക്കൊമ്പ് കുടി വെക്കുന്നതിന് മുന്നേ പാലക്കൊമ്പിൻ്റെ കടക്കിൽ ഒരു 5 പേർക്ക് വെച്ച് പൂജ ഉണ്ട്. പിന്നെ വിളക്കെല്ലാം ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ പൂജ. കുളിച്ച് വന്നിട്ട് ആദ്യം ഗണപതിക്ക്, പിന്നെ ശാസ്താവിന്, പിന്നെ ഭഗവതിക്ക്, കൊച്ചെടുത്ത കരിമല, പിന്നെ വാവര്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗുരുസ്ഥാനത്തിന് പൂജ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ പൂജ കഴിഞ്ഞാൽ ഒരു 11:30 പൂജ കഴിയും. പാൽക്കണ്ടി പിന്നെ പാൽക്കണ്ടി പൂജിക്കാൻ പ്രത്യേകത ഉണ്ട്. അതായത് ഭഗവതിയുടെ നടക്കുന്ന പാൽക്കണ്ടി വെച്ചിട്ട് ആദ്യം 16 പൂജ. അതിന് 3 പൂജ കഴിഞ്ഞാൽ കിണ്ടി കമത്തി വയ്ക്കുക. അതിൻ്റെ വാല് നമ്മൾ വലത്തേച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞ് 5 പൂജ കഴിഞ്ഞാൽ കിണ്ടി ഊറ്റി വയ്ക്കും. അതിൽ 5 പൂജ കഴിഞ്ഞാൽ 2 പൂജ കഴിഞ്ഞാൽ ഈ വിളക്ക് നടത്തുന്ന കമ്മിറ്റിക്കാരനുണ്ട്, അല്ലെങ്കിൽ വീട്ടുടമസ്ഥനുണ്ട്. പാലക്കണ്ടിയിൽ പൈസ ഇടുന്ന വെച്ചാലുണ്ട് വീട്ടുടമസ്ഥനാണ്. അപ്പോൾ അവർ വന്നാൽ പൂവൻ പുറത്താൻ കൊടുക്കുക, അവർ പൈസ കിണ്ടിയിടും. കഴിഞ്ഞ് പൂത്ത് പോരും. പിന്നെയാണ് പാലപ്പം നിറയ്ക്കുക. ആദ്യമായിട്ട് ശരിയാക്കി ചെല്ലാം പിണ്ടിയൊക്കെ വെച്ചിട്ട് അതിലാദ്യം തെങ്ങ് പൂക്കളെ തറയ്ക്കും. പിന്നെ 3 പന്തുണ്ടാവും. അത് ബാക്കിലൊന്ന് 2 സൈഡിൽ വരുന്നു. പിന്നെ 2 സൈഡ് സെൻറ്ററിൽ വെക്കുന്ന അവർക്ക് പാൽക്കണ്ണടി വയ്ക്കും. അത് ഭഗവത് സങ്കല്പം പാൽക്കണ്ണടി വെച്ചിട്ട് പിന്നെ 3ാമത്തെ പൂജയ്ക്ക് പന്തം കത്തിക്കും. അതായത് പൂജ കഴിഞ്ഞാൽ എടുത്തും. പിന്നെ കോമരങ്ങൾ കുളിച്ച് വന്ന് താഴെ കൊണ്ടുപോയി അടുത്ത അമ്പലത്തിൽ നിന്ന് പാലക്കുഴ എഴുന്നള്ളിക്കും. അത് കഴിഞ്ഞ് വന്നാൽ പൂജ ഉണ്ട്. അതാണ് കാണിപ്പാട്ട്, കൂലിപ്പാട്ടുകാർ. അതിന് കാണിപൂജ എന്നാണ് പറയുക. കാണിപൂജ കഴിഞ്ഞാൽ വീട്ടുടമസ്ഥനെ കൊണ്ടാണെങ്കിൽ കമ്മിറ്റിക്കാരനും ആദ്യം പൈസ അടിക്കും. അത് പുലിപ്പാട്ടിന് ഉദ്ഘാടനം ചെയ്യുന്ന പറയുന്നത് എന്താ പറയുക, കാണിക്കലെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുലിപ്പാട്ടാണ്. പിന്നെ പുലിപ്പാട്ട് കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് അമ്പലത്തിൽ 4 നടി കോടി പൂജ ഉണ്ട്. അതായത് മൊത്തം 16 നടത്തിച്ചിട്ട് പൂജ. അമ്പലത്തിന് നടക്കിൽ സെൻറ്ററിൽ നടക്കിൽ 4 ഭാഗത്തും മൊത്തം 16 നടത്തിച്ചിട്ട് പൂജ. ആ സന്ധ്യ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഇതിന് കണലിടും. കണലിൽ പൂജ ഉണ്ട്. അത് 5 പേർക്ക് വെച്ചിട്ട് പൂജ. പിന്നെ പുറത്താണല്ലോ, പിന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ സങ്കല്പം 5 പൂജ വെച്ച് കഴിഞ്ഞ് കക്കർപ്പത കത്തിച്ച് നമ്മൾ കൊണ്ടേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വെള്ളം, പൂവ്, ചന്ദനം ഇതൊക്കെ ഇട്ടാൽ പോരും. അത് തിരിച്ചുകൊണ്ടില്ല. അതിൽ വിളക്കെ എണ്ണ വയ്ക്കും. ഞാനൊരു വിളക്കിന് പോയി തുടങ്ങിയിട്ട് ഞാൻ ശരിക്കും മൊത്തത്തിൽ അമ്പലത്തിൽ വിളക്ക് തുടങ്ങിയിട്ട് 55 വർഷമായി ഉണ്ടാവും. വിളക്കിന് പോയിട്ട് 35 വർഷമായി ഉണ്ടാവും. 40 വർഷമായി വിളക്കിന് പോയി തുടങ്ങിയിട്ട്. പൂജ തുടങ്ങിയിട്ട് 30 വർഷമായി ഉണ്ടാവും. ആദ്യം ഒരു അച്ഛൻ്റെ വലിയച്ഛനായിരുന്നു പൂജ നടത്തിയിരുന്നു. അച്ഛൻ്റെ ഏട്ടനായിരുന്നു. അദ്ദേഹത്തിനാണ് എനിക്ക് പറഞ്ഞത്. അതായത് അമ്മമ്മയുടെ അമ്മാമൻ പഴയ കാലത്ത് മലയ്ക്ക് വരുന്നതാണ് പറയുന്നത്. അങ്ങനെ മലയ്ക്ക് പോയ ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനിയന്മാർ പറഞ്ഞത്രേ, അങ്ങനെ ഞാൻ പോവുകയാണ്, കാശിക്ക് പോവുകയാണ്, ഞാൻ പോയാലും ഞാൻ വന്നില്ലെങ്കിലും അയ്യപ്പണൊക്കെ നടത്തുന്നിട്ട് സത്യച്ച് പോയിട്ടാണ്. ഈ സാഹസാണ് ഇവിടെ. അങ്ങനെ പോയിട്ട് പിന്നെ കാശി പോയി മരിക്കാൻ പറ്റാ അങ്ങനെ അറിഞ്ഞു പറ്റാം. മരിച്ചു. പിന്നെ വീട്ടിലെന്തൊക്കെ ഇതൊക്കെ ദുശകലങ്ങൾ കണ്ട് ജോത്സ്യനെ വെച്ച് നോക്കിച്ചു. അപ്പം മരിച്ച പ്രേതം വന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ പ്രേതത്തിനെ കുട്ടിയേക്കണം പറഞ്ഞു. എന്നിട്ട് അപ്പം ഈ മരിച്ച ആ ഗോവിന്ദമാമൻ്റെ മകൻ അദ്ദേഹത്തിനെ പറമ്പിൽ കുഴിക്കാന്ന് പറഞ്ഞു. അതിൽ പണിക്കാരൊക്കെ വന്ന് പാതകെടുത്തു, തറ എടുത്തു. എന്നിട്ട് ഭക്ഷണം കഴിച്ച സമയത്ത് ഒരു പശു വന്നിട്ട് ഈ തറ ചവിട്ടി കുത്തി വച്ചിട്ടു. എന്നിട്ട് പശു ജോഡി ചെത്തു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇരിക്കില്ല. ഞാൻ യാത്ര പോയ സ്ഥലത്ത് ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. യാത്ര സ്ഥലമാണ് ഇവിടെ. അവിടെ എന്നെ കുടിയേക്കണം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ കുടിയേക്കണം. അതിന് ശേഷം അയ്യപ്പനെ കുടിക്കണം. അദ്ദേഹത്തിൻ്റെ ഇതിലാണ് അയ്യപ്പൻ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പുള്ളി ശക്തി അമ്മവനാണ്. ഇപ്പം ഈ കാണുന്ന കുങ്കുമത്തിന് ഒരു 90 വർഷത്തിലധികം പഴക്കമുണ്ട്. അന്നത്തെ അമ്പലം കെട്ടിയ സമയത്ത് ചെറിയ കൊമ്പ് കുത്തിയാണ് പറയുന്നത്. അതിപ്പോൾ വളർന്ന് വലുത് പന്തരിച്ച് വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അയ്യപ്പൻ വിളക്കിന് പ്രധാനമായിട്ടും കാലുവിളക്ക്, അരവിളക്ക്, മുഴുവൻ വിളക്ക് എന്ന് 3 തരത്തിൽ നമ്മൾ നടത്താറുണ്ട്. അതിലിപ്പോൾ കാലുവിളക്കാണെന്ന് വെച്ചാൽ ഒരു അമ്പലമാണ് നമ്മൾ കയറ്റാറുള്ളത്. ഒരു അമ്പലത്തിന് എന്ന് പറഞ്ഞാൽ അത് വാഴമ്പിണ്ടിയിൽ ആണ് അമ്പലം പണിയെടുക്കുക. വാഴമ്പിണ്ടിയുടെ പോളകൾ തന്നെ അതിന്
അമ്പലത്തിന് ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിണ്ടി കാലുകളായിട്ട് ഈ വാഴപ്പിണ്ടി വയ്ക്കും, ഈ പോള പൊളിച്ചെടുത്തിട്ടുള്ള വാഴപ്പിണ്ടി വയ്ക്കും. ബാക്കിയുള്ളത് പോളകൾ കൊണ്ട് അതിനെ ഭംഗി വരുത്താൻ, പിന്നെ അതിനെ ഉറപ്പിക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് മുളയുടെ ആണി. ഇത് മുളകൾ അതിൽ നിർത്താനായിട്ട് ഉപയോഗിക്കുന്നത് മുളയുടെ ആണിയാണ്. പിന്നെ കുരുത്തോലയുടെ ഈർക്കല കൊണ്ടാണ് ഇത് ഓരോ ഭാഗവും അതിനോട് ചേർത്ത് നിർത്താനൊക്കെ ഉപയോഗിക്കുന്നത്. കുരുത്തോലയുടെ ഈർക്കല, ഈ കുരുത്തോല കൊണ്ട് നറുക്ക് വെട്ടിയിട്ട് അതിന് ഭംഗി കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ കുരുത്തോലയും വാഴപ്പിണ്ടിയുടെ ഉണ്ണിത്തണ്ടും കൂടിയിട്ട് പൂവുകൾ ഉണ്ടാക്കും കൂടുതൽ ഭംഗിയാക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു അമ്പലം ഉണ്ടാക്കും. പിന്നെ നമുക്ക് ആ സ്ഥലത്തിൻ്റെയും ഇതിൻ്റെ പിണ്ടികളുടെയൊക്കെ സൗകര്യം ഇതനുസരിച്ച് ഒരു മതിൽ കെട്ടും. ഈ അമ്പലത്തിന് ചുറ്റുമതിൽ പോലെയൊക്കെ ഉണ്ടാക്കും. ഒരു ഗോപുരം നടപ്പര പോലൊരു ഇത് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാറുണ്ട്. കാലുവിളക്കാകുമ്പോൾ അയ്യപ്പന് മാത്രമാണ് നമ്മൾ അമ്പലം ഉണ്ടാക്കുന്നത്. പിന്നെ കരിമലിക്കും ഭഗവതിക്കുള്ള സ്ഥാനങ്ങൾ നമ്മൾ പീഠം വെച്ചിട്ട് ഉണ്ടാക്കും. അല്ലാതെ അമ്പലം കയറ്റില്ല ഈ കാലുവിളക്കിന്. അപ്പോൾ അത് പാലക്കൊമ്പിന് പോണ ഇതിനായിട്ട് 2 കോമരങ്ങൾ പോവും. കാലുവിളക്കാകുമ്പോൾ 2 കോമരങ്ങളാണ് പഴയ മുന്നത്തെ കാലത്ത് പോയിരുന്നത്. ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് 2 ആള് കോമരങ്ങൾ പോകണ കാണുമ്പോൾ ആൾക്കാർക്കൊരു താല്പര്യം കുറയും. അതുകൊണ്ട് 3 പേരെ പറഞ്ഞയക്കുന്നു. അത് അപ്പോൾ കരിമലയും അയ്യപ്പനും ഭഗവതി എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ പറഞ്ഞയക്കും. അത് അരവിളക്കിനാകുമ്പോൾ നമ്മൾ അമ്പലം കയറ്റണത് 3 അമ്പലങ്ങൾ കയറ്റും. അതായത് അയ്യപ്പനും ഭഗവതിക്കും വാവർക്ക് പള്ളി എന്നുള്ള ലെവലിൽ 3 എണ്ണം നമ്മളുണ്ടാക്കും. ഈ അതിന് പുറമെ ഒരു നടപ്പരയും ചുറ്റും അതിലുണ്ടാക്കും. അതും ഉണ്ടാക്കണതൊക്കെ ഈ പോളയും കുരുത്തോലയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വാഴപ്പിണ്ടിയാണ് അതിൻ്റെ പ്രധാന സാധനം. അരവിളക്കാവുമ്പോൾ നമ്മൾ 3 കോമരങ്ങളാണ് പോവുക പാലക്കൊമ്പിന്. അത് അയ്യപ്പനും കരിമലയും ഭഗവതിയാണ് ഇപ്പോൾ. ഈ 3 അമ്പലങ്ങൾ കയറ്റിയതിന് ശേഷം അരവിളക്കിന് 3 അമ്പലങ്ങൾ കൂടാതെ കരിമലയ്ക്ക് കൊച്ചുകടത്തേക്കും പീഠം വെച്ചിട്ട് സാന്നിധ്യം നമ്മൾ അതാക്കാറുണ്ട് അരവിളക്കിന്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കോമരങ്ങൾ പോകുമ്പോൾ അതിന് അമ്പലങ്ങൾ 2 ഉള്ളൂ, കോമരങ്ങൾ 3 ഉണ്ട് എന്നുള്ള അങ്ങനെ ഇത് ആൾക്കാർക്ക് സംശയം വരാം. അതുകൊണ്ടാണ് അത് എടുത്തു പറയാൻ കാരണം. മുഴുവൻ വിളക്കിനാണെന്ന് വിചാരിച്ചാൽ അമ്പലങ്ങൾ നമ്മളുടെ ഈ പട്ടിശ്ശേരി വിളക്ക് സംഘത്തിൽ 5 അമ്പലങ്ങളാണ് കയറ്റുക. അത് 7 എണ്ണം കയറ്റുന്നവരും 9 എണ്ണം കയറ്റുന്ന ടീമുകളുണ്ട്. അത് നമ്മൾ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ഇതിന് പറയില്ല. നമുക്കറിയണത് നമ്മുടെ കാരണന്മാർ ചെയ്തു തരുന്നത് 5 അമ്പലങ്ങളാണ്. അത് അയ്യപ്പന്, കരിമലയ്ക്ക്, കൊച്ചുകടത്തേക്ക്, ഭഗവതിക്ക്, വാവർക്ക് പള്ളി. പിന്നെ അതിന് ഈ മതിലും നടപ്പുനിരക്കൊക്കെ വേറെ ഉണ്ടാവും. അതാവുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശൈലിയിൽ മുഴുവൻ വിളക്കാവുമ്പോൾ അതിന് 4 കോമരങ്ങൾ, പാലക്കൊമ്പിന് എഴുന്നള്ളിപ്പിന് 4 കോമരങ്ങളും, അയ്യപ്പനും കരിമലയും കൊച്ചുകടത്തയും ഭഗവതി, അങ്ങനെ 4 കോമരങ്ങളും. അത് പാലക്കൊമ്പ് കഴിഞ്ഞ പാലുകുടത്തിനും ഇതുപോലെ 4 കോമരങ്ങൾ പോകും. അവസാനത്തെ അയ്യപ്പനും വാവരും വെട്ടുന്നടവ് നേരത്ത് വാവരും കൂടി അതിൽ ചേരുന്ന കാരണം 5 കോമരങ്ങൾ ഉണ്ടാവും. വെളിച്ചപ്പാടെന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ പിന്നെ പറയണ്ടല്ലോ, അയ്യപ്പനാണ്. അതുപോലെ ഭഗവതീനെ അത് 2-3 പക്ഷം പറയുന്നുണ്ട്. മാളയപ്പുറത്ത് അമ്മ എന്ന് പറയുന്നുണ്ട്. നമ്മൾ കൂടുതലും സങ്കല്പിക്കുന്ന മാളയപ്പുറത്ത് അമ്മ എന്നുള്ള സ്ഥാനം എന്ന് പറയുന്നെങ്കിലും ദേശത്തെ ഭഗവതീനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് നമ്മൾ പാലക്കൊമ്പിന് സങ്കല്പിക്കുന്നത്. ഏത് സ്ഥലത്തായാലും ആ ദേശത്തെ ഭഗവതിക്ക് ഒരു സാന്നിധ്യം അവിടെ വേണം. അതുകൊണ്ടാണ് ദേശത്തെ ഭഗവതീനെ എഴുന്നള്ളിച്ച് വരിക എന്നാണ് പാലക്കൊമ്പിൻ്റെ നമ്മളുടെ ഇതിൽ പറയണത്. മാളയപ്പുറത്ത് അമ്മ തന്നെ ഇപ്പം നമ്മളും എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ബോർഡ് വെക്കുമ്പോൾ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അതല്ലേ ആൾക്കാർക്ക് അറിയുള്ളൂ. അയ്യപ്പൻ്റെ വിളക്കിന് മാളയപ്പുറത്തെ ഭഗവതി എന്നുള്ളത്. പക്ഷേ പറയണത് ഇങ്ങനെയാണ്, ദേശത്തെ ഭഗവതീനെ പന്തലിലേക്ക് എഴുന്നള്ളിക്കുക എന്നുള്ളതാണ്. അയ്യപ്പൻ്റെ
പ്രാധാന്യം ഏറ്റവും കൂടുതൽ അവസാനത്തെ വെട്ടുനിറവിൻ്റെ സമയത്തുള്ളൂ. അയ്യപ്പൻ വിളക്കാണെങ്കിലും അവിടുത്തെ പരിപാടികൾ ഒട്ടുമിക്ക പരിപാടികളും ഭഗവതിക്കുള്ളതാണ്. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പായാലും പാലോട് എഴുന്നള്ളിപ്പായാലും ഭഗവതീനെ ആഘോഷത്തോടു കൂടി കൊണ്ടുവരുന്നൊരു ഇതാണ്. അയ്യപ്പൻ വിളക്കിന് അയ്യപ്പനായിട്ട് പ്രാധാന്യമുള്ളത് പൂജയും പാട്ടും അവസാനത്തെ വെട്ടുനിറവും കണലാട്ടും ഗുരുതീർപ്പണവും ഒക്കെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഭഗവതിക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അയ്യപ്പന് മാറ്റ് കുളിക്കാൻ പോയിട്ട് വരുമ്പോൾ മാറ്റ് കൊടുത്തിട്ടാണ് വരിക. അതായത് ഒരു എണത്തോർത്ത് ഉടുത്ത് ഒറ്റമുണ്ട അതിന് മീതെ ചുറ്റിയിട്ടാണ് നമ്മളുടെ അത് തറ്റുടുത്തിട്ട് ആണ് നമ്മളുടെ ടീമിൽ കോമരങ്ങളൊക്കെ നടത്തും. അത് വാവരായാലും തറ്റുടുത്തിട്ടാണ്. നമ്മൾ വെള്ളമുണ്ടാണ് കൂടുതലും വാവരക്കായാലും ഉപയോഗിക്കുന്നത്. കള്ളിമുണ്ട് എഴുതിയിട്ട് കള്ളിമുണ്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട്. നമ്മളങ്ങനെയല്ല, നമ്മൾ വാവരേനെയും വേറൊരു രീതിയിലായിട്ടല്ല, നമ്മളെ കോമരങ്ങളായിട്ട് തന്നെയാണ് നമ്മളുടെ ടീമിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്ത് നമ്മൾ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ആ വിളക്ക് കമ്മിറ്റിക്കാർ ചിലപ്പോൾ കള്ളിമുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചുറ്റേണ്ടി വരും. എന്നാലും തട്ടുകൊടുത്തിട്ട് അതിന് മീതെ മാത്രമേ ഈ കള്ളിമുണ്ട് നമ്മൾ ചുറ്റുള്ളൂ. അപ്പോൾ അയ്യപ്പന് ഈ തട്ടുകൊടുത്തിട്ട് ഞെറിഞ്ഞു കൊടുത്ത് വന്നതിന് ശേഷം ഇവിടെ വന്ന 2 കച്ച ഉപയോഗിക്കും. ഒരു ചുവപ്പ് കച്ചിയും കറുപ്പ് കച്ചിയും ആണ് അയ്യപ്പന് ഉപയോഗിക്കുക. കറുപ്പ് കച്ചിയും ചുവപ്പ് കച്ചിയും ഉപയോഗിച്ചിട്ട് അതിന് മീതെ അരമണി കെട്ടി മാലയിട്ടിട്ട് നമ്മൾ പാലക്കൊമ്പിന് പോകുമ്പോൾ പന്തലിൽ നിന്ന് നമ്മൾക്ക് കോമരങ്ങൾ ഉറയില്ല. പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നിടത്തു നിന്ന് മാത്രമാണ് കോമരങ്ങൾ. അവിടുത്തെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കോമരങ്ങൾ ഉറയുള്ളൂ. ആ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നിടത്തു നിന്ന് പേട്ടവിളി കഴിഞ്ഞിട്ടാണ്, ആ സമയത്താണ് കോമരങ്ങൾ ഉറയുള്ളൂ. അപ്പോൾ വിളക്ക് പന്തലിൽ നിന്ന് നമ്മൾ കെട്ടിച്ചിറ്റിയിട്ട് പോവുകയെന്ന് പറയും. അതായത് ഈ കറുപ്പും ചുവപ്പൊക്കെ ചീറ്റിയതിന് ശേഷം വിളക്ക് പന്തലിന് ആയുധങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് പോകും. അയ്യപ്പന് ചുരുകയാണ് നമ്മളുടെ ടീമിൽ. അയ്യപ്പനും കരിമലയ്ക്കും കൊച്ചുകടത്തിക്കും ഒക്കെ ചുരുകയാണ് നമ്മുടെ പൂർവികരായിട്ട് ഉപയോഗിച്ചു വരുന്നത്. നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. വേറെ ടീമുകളിൽ കരിമലയ്ക്ക് ശൂലം എടുക്കുന്ന ടീമുകളുണ്ട്. അപ്പം നമ്മളത് എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കാരണന്മാർ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നേക്കണമെന്ന് മാത്രമേ നമുക്കതിൽ പറയാൻ പറ്റും. അയ്യപ്പൻ വിളക്കിന് പ്രത്യേകിച്ചും അങ്ങനെയാണ്. പാട്ടുകളായാലും എല്ലതും അങ്ങനെ അവരുടെ പൂർവികർ എങ്ങനെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തേക്കണമെന്ന് വെച്ചാൽ അതുപോലെയാണ്. അതിൽ തർക്കത്തിനോ ഒന്നിനും നമ്മൾ തയ്യാറില്ല. ഇതുപോലെ ഇപ്പോൾ ഭഗവതിക്കാണ് വെച്ചാൽ വേഷവിധാനം പറയണത് ഇതുപോലെ തട്ടുകൊടുത്തതിന് ശേഷം ചുവപ്പ് കച്ചയെ കെട്ടാം. ചുവപ്പ് കച്ചയും കെട്ടിയിട്ട് ചുവപ്പ് പട്ട് ചുറ്റുകയും ചെയ്യും. വേറെ അത് കരിമലയ്ക്കും ഇതിനൊക്കെ അങ്ങനെ ചുറ്റാറുണ്ട്. എന്നാലും നമ്മളതിൽ അങ്ങനെ കൂടുതൽ ഇല്ല. നമ്മൾ ഭഗവതിക്ക് മാത്രമേ അങ്ങനെ ചുറ്റാറുള്ളൂ. അയ്യപ്പനും കരിമലയ്ക്കും കൊച്ചുകടത്തിക്കും ഒക്കെ ഇതുപോലെ കറുപ്പും ചുവപ്പും ചുറ്റിലുള്ളൂ. അത് കരിമലയ്ക്ക് ആകുമ്പോൾ 2 കറുപ്പ് കച്ചയെ ചുറ്റുക. ബാക്കിയെല്ലാം അതേപോലെയാണ്. പാലക്കൊമ്പിന് പോകുന്നവർ കളറും ചാലിച്ച് വരച്ച് കുറി തൊട്ടിട്ട് ആണ് അങ്ങനെ പാലക്കൊമ്പിൻ്റെ. ഇപ്പോൾ നമ്മൾ ഇതിൽ പരിപാടിയിൽ കാണാവുന്ന പോലെയുള്ള ബാക്കിയെല്ലാം കൂടുതലും നമ്മളുടെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന 5 അടി നൃത്തത്തിനാണ്. അത് നമ്മളുടെ ഒരു പ്രത്യേകത കൂടി വേണമെങ്കിൽ പറയാം. നമ്മളുടെ പരിപാടിയിലുള്ള 5 അടി നൃത്തം വേറെ എവിടെയും അതേ രൂപത്തിലും ഇല്ല. 30 വർഷത്തിന് മേലെയായിട്ട് അയ്യപ്പൻ വിളക്കിന് ഒരു കോമരായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അത് എന്താ പറയുക, യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നു പെട്ടതാണത്. ഞാനിതിന് മുന്നേ ഇതിനാവണം എന്ന് തീരുമാനിച്ച ആളൊന്നുമല്ല. അങ്ങനെ വന്നു പെട്ടിട്ട് അവിടെ കോമരായിട്ട് പാലക്കൊമ്പിന് പാലുകൊടത്തിനൊക്കെ കരിമലയ്ക്കോ കൊച്ചുകൊടത്തേക്കോ പിന്നെ ഒരു 8-10 കൊല്ലം കഴിഞ്ഞപ്പോൾ പാലക്കൊമ്പിനൊക്കെ അയ്യപ്പന് പോക്ക് കെട്ടിച്ചിട്ടിലൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഇതായി പോയിരുന്നു. അങ്ങനെ അന്ന് നമ്മുടെ ഗുരുനാഥനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഗുരുനാഥൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 16 വർഷമായിട്ടാണ് ഞാൻ നമ്മുടെ വിളക്ക് സംഘത്തിൻ്റെ അയ്യപ്പൻ വെളിച്ചപ്പാടായിട്ടത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം തുള്ളാനുള്ള ആൾക്കാരൊക്കെ കോമരങ്ങളൊക്കെ നമ്മളുടെ ശിഷ്യന്മാരെന്ന് തന്നെ പറയാം. എല്ലാവരെയും നമ്മൾ ഇതാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മളുടെ ഇതിനെ പറ്റിയൊരു അനുഭവമൊക്കെ പറയാനുള്ളത്.
അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല. അത് നിർവചിക്കാൻ പറ്റാത്തൊരു ഇതാ. എല്ലാ സമയത്തും നമുക്കൊരു ആ, നമ്മുടെ മൈൻഡ് മാറുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ മൈൻഡ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ പരിസരം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അല്ലാതെയാവും. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പുറമേ നിൽക്കുന്നവർക്ക് മനസ്സിലാവുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അത് എല്ലാ സമയത്തും അങ്ങനെ സംഭവിക്കുന്നല്ല. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കും. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വിവരിക്കാൻ പറ്റില്ല എന്താണ് ആ സമയത്ത് വരിക എന്നുള്ളത്. വിവരിക്കാന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയാൻ പറ്റണ്ടേ. അങ്ങനെ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ആ ഒരു പരിസരത്തെ നിന്ന് അങ്ങോട്ട് മാറും. എന്താ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാ സമയത്തും അങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും ഞാൻ പറയില്ല. അത് നമുക്ക് ചിലപ്പോൾ പരീക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്കങ്ങനെ ഉണ്ടായേക്കുന്നത്. അല്ലാതെ ഏത് സമയത്തും നമ്മൾ ഈ പരിസരം മറന്നുകൊണ്ടായ ഇത്തരം ജനങ്ങളുടെ ഇടയിൽ ഈ ആയുധങ്ങളും കൊണ്ട് നടക്കുമ്പോഴത്തെ അവസ്ഥ എന്താവും? അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. നമ്മളാ അതായത് നമ്മുടെ സാധാരണയുള്ള വേഷവിധാനത്തിൽ നിന്ന് മാറിയിട്ട് അതൊരു ഭക്തിയുടെ ഒരു മാർഗമല്ലേ. അപ്പം ആ ഇതിനൊരു മാറ്റം എന്തായാലും അത് സംഭവിക്കും. പക്ഷെ അത് വിചാരിച്ച് പരിസരം മറക്കുക എന്നല്ല. നമ്മൾ ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, കൊച്ചുകടുത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അയ്യപ്പൻ്റെ ഒരു കാവൽക്കാരൻ്റെ രൂപത്തിലാണ് അവിടെ ഉള്ളത്. അയ്യപ്പൻ തന്നെ ഒക്കെ അവിടെ ശബരിമലയിലെല്ലാം സ്വാമിയാണ്, ഭക്തനും സ്വാമിയാണ്, അവിടെ ഇരിക്കണതും സ്വാമിയാണ്. അപ്പോൾ അതുപോലെ കൊച്ചുകടുത്തേനെയും നമ്മൾ കൊച്ചുകടുത്ത സ്വാമി എന്ന് തന്നെ പറയാം. മറ്റത് പിന്നെ കരിമല കറുപ്പസ്വാമീനെയാണ് സങ്കല്പിക്കുന്നത്. കരിമല കറുപ്പസ്വാമീനെയാണ് അടുത്തത് സങ്കല്പിക്കുന്നത്. അതും അയ്യപ്പൻ്റെ ഒരു ഇത് തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ കൊച്ചുകടുത്ത സ്വാമി എന്ന് പറയണു, കരിമല സ്വാമി എന്ന് പറയണു. അങ്ങനെയാണ്. മറ്റേതിൻ്റെ മാളികപ്പുറത്തിൻ്റെ ഇതായിട്ട് ഭഗവതിയായിട്ട് കാണുന്നു. വെട്ടുനിറവിന് നമ്മൾ നമ്മുടെ ശൈലിയിൽ വെട്ടുനിറവ് നടത്തുമ്പോൾ അയ്യപ്പനും അവരും നമ്മൾ ആ തുടങ്ങുന്ന സമയത്ത് കുളിച്ച് വന്ന് ഒരു കെട്ടിച്ചിട്ടിട്ട് തുടങ്ങുന്നത് 4 ഈ അന്ന് ഏത് അരവിളക്കാണെന്ന് വെച്ചാൽ ഈ കോമരങ്ങൾ, മറ്റേ കോമരങ്ങൾ, കരിമലയുടെ കോമരം, മാളികയുടെ കോമരം ഉണ്ടാവും, ബാബരും, അങ്ങനെ 4 പേരുണ്ടാവും. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആയുധങ്ങൾ എടുക്കല്. കണലാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സംഘത്തിൽ ആയുധങ്ങൾ മേടിക്കല്. ഒരു അമ്പലത്തിന് 3 പ്രദക്ഷിണം വെച്ച് പോയിട്ട് കണലാട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ആയുധങ്ങൾ ഓരോരുത്തർക്ക് അവരുടെ ആയുധങ്ങൾ കൊടുക്കും. എല്ലാവരും ഭിക്ഷ കഴിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രവത്സരം എല്ലാവരും ഭിക്ഷ